വിശദമായ വാർത്തകളിലേക്കാണ്. യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. യുക്രൈനിലെ വടക്കുകിഴക്കൻ നഗരമായ സുമിയിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ. ആക്രമണത്തിൽ 21 പേർ മരിച്ചതായി യുക്രൈൻ സ്ഥിരീകരിച്ചു. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാജേഷ്, പല രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും യുദ്ധം ഇപ്പോഴും തുടരുക തന്നെയാണ്. എന്താണ് യുക്രൈനിലെ നിലവിലെ സാഹചര്യം? കാളിദാസൻ, ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്നൊരു ഓശാന ഞായർ ആചരിക്കുമ്പോൾ ഇപ്പോൾ യുക്രൈനിൽ ഇതുപോലെ റഷ്യ വീണ്ടും ഒരു ആക്രമണം അയച്ചുവിട്ടിരിക്കുകയാണ്. യുക്രൈൻ്റെ വടക്കുകിഴക്കൻ നഗരമായ സൂമിയിൽ ഇതുപോലെ റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇപ്പോൾ 21 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഇപ്പോൾ റഷ്യ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റ് ഏകദേശം 83ഓളം പേർക്ക് പരിക്കേറ്റും കൂടി ഇപ്പോൾ യുക്രൈൻ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ 7 കുട്ടികളടക്കം 83 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് യുക്രൈൻ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ റഷ്യ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ മിസൈൽ ആക്രമണത്തിൽ ഈ മരണസംഖ്യ കൂടാനുള്ള സാഹചര്യവും അല്ലെങ്കിൽ സാധ്യതയും ഇപ്പോൾ യുക്രൈൻ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ന് നടന്ന ഈ ആക്രമണം നടന്നത് ഈ ഓശാന ഞായറായതുകൊണ്ട് തന്നെ ഈ വിശ്വാസികളെല്ലാം പള്ളിയിൽ പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഈ റഷ്യ ഇതുപോലൊരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാഹചര്യം കൂടി അല്ലെങ്കിൽ സാധ്യത കൂടി ഇപ്പോൾ യുക്രൈൻ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 3 വർഷത്തോളമായി അല്ലെങ്കിൽ 3 വർഷത്തിലധികമായി റഷ്യ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ നരഹത്യയിൽ ഇപ്പോൾ മരണസംഖ്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കൂടി ഇപ്പോൾ യുക്രൈനെ സംബന്ധിച്ചോളമുണ്ട്. എന്തായാലും റഷ്യ നടക്കുന്ന ഈ ഭീകരത അല്ലെങ്കിൽ നരഹത്യ ഈ റഷ്യ ഒരു ഭീകരത ആഗ്രഹിക്കുന്നുവെന്നും ഇപ്പോൾ പ്രസിഡന്റായിട്ടുള്ള സെലൻസ്കി അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ റഷ്യ തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വിശുദ്ധ ഞായറാഴ്ചയും ഈ വിശ്വാസികൾക്കിടയിലെ ഈ ഓശാന ഞായറിലും റഷ്യ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തിൽ ഈ ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ലോക നേതാക്കൾ ഇതിനെ ശക്തമായി എതിർക്കണമെന്നും അല്ലെങ്കിൽ ഇതിനെ ശക്തമായി പ്രതികരിക്കണമെന്നും ഇപ്പോൾ സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും റഷ്യ ഇതുപോലൊരു വലിയൊരു ഭീകരത ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാദിമിർ സെലൻസ്കി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ലോകമെമ്പാടുള്ള ഒരു ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ യുക്രൈനിൽ സമാധാനം എത്രത്തോളം അകലെയാണ് എന്നത് കൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും റഷ്യ കഴിഞ്ഞ 3 വർഷത്തോളമായി യുക്രൈനെതിരെ നടത്തുന്ന ഈ ആക്രമണത്തിൽ ഇപ്പോൾ മരണസംഖ്യ അല്ലെങ്കിൽ വീണ്ടും നടത്തിയ ഈ ആക്രമണത്തിൽ മരണസംഖ്യ 21 കൂടി ഇപ്പോൾ യുക്രൈൻ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 7 കുട്ടികളടക്കം ഇപ്പോൾ 83 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ തെക്കുകിഴക്കൻ നഗരമായ സുമിയിൽ നടത്തിയ ഈ ആക്രമണത്തിൽ ഈ മരണസംഖ്യ ഇനിയും കൂടാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ യുക്രൈൻ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്രസിഡന്റ് ഇപ്പോൾ സെലൻസ്കി റഷ്യ വീണ്ടും ഒരു ആക്രമണം തുടർന്ന സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ലോക നേതാക്കളെല്ലാം ശക്തമായി പ്രതികരിക്കണമെന്നും അതുപോലെ തന്നെ റഷ്യ ഭീകരത ആഗ്രഹിക്കുമെന്നും ഇപ്പോൾ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലോകരാഷ്ട്രങ്ങൾ അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ട് ഒരു സമാധാനം കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അത് എത്രത്തോളം അല്ലെങ്കിൽ യുക്രൈനിലെ സമാധാനം എത്രത്തോളം അകലെയാണെന്ന് കൂടി ഇപ്പോൾ വ്യക്തമാകുകയാണ്. എന്തായാലും യുക്രൈനിലെ വടക്കുകിഴക്കൻ നഗരമായ സുമിയിലെ മധ്യഭാഗത്ത് റഷ്യ നടത്തിയ അല്ലെങ്കിൽ വിശുദ്ധ ഓശാന ഞായറിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഇപ്പോൾ 21 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 7 കുട്ടികളടക്കം 83 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ യുക്രൈൻ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആക്രമണം തന്നെയാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ വലിയൊരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ യുക്രൈൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയും ഇപ്പോൾ യുക്രൈൻ ഭരണകൂടം വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ സൂചന നൽകുന്നു കൂടിയുണ്ട്. രാജേഷ്, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 21 പേർ മരിച്ചതായി യുക്രൈൻ സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ റഷ്യക്കെതിരെ വലിയൊരു ആരോപണവും കൂടി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉന്നയിച്ചിട്ടുണ്ട്. റഷ്യയുടെ പ്രതികരണം എന്താണ്? അല്ലെങ്കിൽ സംഭവത്തിൽ റഷ്യ പ്രതികരിച്ചോ? കാളിദാസ്, ഏകദേശം 3.5 വർഷത്തിലധികമായി റഷ്യ നടത്തുന്ന അല്ലെങ്കിൽ റഷ്യ ഈ നരഹത്യയുടെ അവസാനത്തെ ഒരു ഏടാണ് ഇപ്പോൾ ഇന്ന് നടന്ന അല്ലെങ്കിൽ ഈ ഓശാന ഞായറിൽ നടന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ. ഇതിൽ റഷ്യക്കെതിരെ വലിയ രീതിയിൽ തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് സെലൻസ്കി. റഷ്യ ഒരു
നരഹത്യ അല്ലെങ്കിൽ ഭീകരത ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ സെലൻസ്കി വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആക്രമണത്തിൽ, ഈ റഷ്യ തുടരുന്ന ആക്രമണത്തിൽ ശക്തമായി പ്രതികരിക്കണം, അല്ലെങ്കിൽ ലോക രാഷ്ട്രങ്ങളും ലോക നേതാക്കളടക്കം ശക്തമായി പ്രതികരിക്കണമെന്നും ഇപ്പോൾ സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ അതിനൊരു ഔദ്യോഗിക പ്രതികരണം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ വീണ്ടും ഒരു റഷ്യ യുക്രൈനിൽ ബാലിസ്റ്റിക് ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഇത് മരണസംഖ്യ ഇനി കൂടാനുള്ള സാധ്യതയും കൂടി ഇപ്പോൾ യുക്രൈൻ ഭരണകൂടം വ്യക്തമാക്കുന്നു. എന്നാലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ റഷ്യ പ്രതികരിച്ചിട്ടില്ല. അതേസമയം തന്നെ റഷ്യക്കെതിരെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ്. റഷ്യ ഒരു ഭീകരത ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിലധികമായി റഷ്യ തുടരുന്ന ആക്രമണം, റഷ്യ ഒരു ഭീകരത അവസാനിപ്പിക്കുന്നില്ല, ഇത് ഭീകരത ആഗ്രഹിക്കുന്നുവെന്നും ഈ റഷ്യ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തിൽ ഇപ്പോൾ ലോക നേതാക്കൾ പ്രതികരിക്കണമെന്ന് കൂടി ഇപ്പോൾ സെലൻസ്കി റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമണം ബന്ധപ്പെട്ട് ഏകദേശം 21 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഇപ്പോൾ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ആക്രമണം ബന്ധപ്പെട്ട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാളിദാസൻ. വടക്ക് കിഴക്കൻ നഗരമായ സുമിയിലാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 21 പേർ മരിച്ചതായി യുക്രൈൻ സ്ഥിരീകരിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ 83 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.